നമസ്തേ. ഇന്നത്തെ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് LCM ആൻഡ് HCF, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലസാഗു എന്ന് മലയാളത്തിൽ പറയുന്നു. HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, മലയാളത്തിൽ ഉത്തമ സാധാരണ ഘടകം. അതാണ് നമ്മളിൽ പലർക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ LCM അല്ലെ LCMൻ്റെ പ്രയോജനം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. LCMs നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനായെന്ന് ചോദിച്ചാൽ, ഭിന്നസംഖ്യാ രൂപത്തിൽ വന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ, ഛേദം വ്യത്യസ്തരാണെങ്കിൽ നമ്മൾ LCM എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. പലപ്പോഴും കണക്ക് കുട്ടികൾക്ക് പ്രയാസമാകുന്നത് ഈ LCM എടുത്ത് കൂട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് പ്രയാസമായിട്ട് മാറുന്നത്. അതിൽ LCM എന്താണെന്ന് അതിൻ്റെ കണക്കിലെ പ്രായോഗികവശം പറയുന്നതിന് മുമ്പ് നിത്യജീവിതത്തിലെ ഒരു പ്രായോഗികവശം പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഐഡിയ പിടികിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചപ്പാത്തി എന്ന് പറയുന്നതിനകത്ത് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗോതമ്പ് പൊടിയുണ്ട്, ഉപ്പുമുണ്ട്, വെള്ളവുമുണ്ട്. ദോശ എടുത്താൽ, അമ്മ കൊണ്ടുവന്നൊരു ദോശ വെച്ചാൽ ആ ദോശയ്ക്കകത്ത് പച്ചരിയുണ്ട്, ഉഴുന്നുണ്ട്, വെള്ളമുണ്ട്, ഉപ്പുണ്ട്. അതായത് ചപ്പാത്തിക്കകത്ത് ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളവും, ദോശയ്ക്കകത്ത് അരിമാവും ഉഴുന്നും ഉപ്പും വെള്ളവും. അങ്ങനെയാണെങ്കിൽ ദോശയുടെയും ചപ്പാത്തിയുടെയും HCF അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെ HCF അല്ലെങ്കിൽ ഉസാഗു എന്താണെന്ന് ചോദിച്ചാൽ, ഇവരിൽ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളത് ഉപ്പും വെള്ളവുമാണ്. അതിന് ദോശയുടെയും ചപ്പാത്തിയുടെയും HCF എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പും വെള്ളവുമാണ്. അതാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ LCM എന്താണ് എന്ന് ചോദിച്ചാൽ, ദോശയുടെയും ചപ്പാത്തിയുടെയും LCM എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദോശ ഉണ്ടാക്കുന്ന മിശ്രിതവും ചപ്പാത്തി ഉണ്ടാക്കുന്ന മിശ്രിതവും കൂടെ കുഴയ്ക്കുമ്പോൾ അതിനകത്തെ കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് LCM എന്ന് പറയുന്നത്. അതിന് LCM ഓഫ് ദോശ ആൻഡ് ചപ്പാത്തി എന്ന് പറയുന്നത്, അതിനകത്ത് ഉഴുന്നുണ്ട്, പച്ചരിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, വെള്ളമുണ്ട്, ഉപ്പുണ്ട്. LCM അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതിൽ ഈ പ്രായോഗികവശം എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ പറഞ്ഞിരുന്നു, നമ്പർ സിസ്റ്റം ഏതൊരു യൂക്ലിസ് ഡിവിഷൻ ലിമ അല്ലെങ്കിൽ യൂക്ലിസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിതമെറ്റിക് എന്നൊക്കെ പറയും. അതിൽ യൂക്ലിസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിതമെറ്റിക് പറയുന്നത്, കാരണം ഡെസിമൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്, ഏതൊരു നമ്പറിനെയും ഏതൊരു എണ്ണൽ സംഖ്യയും പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. എവരി കോമ്പസിറ്റ് നമ്പർ ക്യാൻ ബി പ്രൈം ഫാക്ടറൈസ്ഡ് യൂണീക്ക്ലി ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഓർഡർ എന്ന്. അതിൽ ഞാൻ പറഞ്ഞു, 2025 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് 4 3കളും 2 5കളുമുണ്ട്. സോ 2025 = 3⁴ × 5² എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എണ്ണൽ സംഖ്യകൾ തന്നാൽ LCM എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. അത് ഉദാഹരണമായിട്ട് പറയുന്നു. ഇപ്പോൾ 12, 18, 54. 12, 18, 54. 12നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ 2² × 3⁴. 2 2 ഒരു 3 ഉണ്ട്. 18നെ തല്ലിപ്പൊട്ടിക്കുന്നു, അല്ലെ സ്പ്ലിറ്റ് ചെയ്യുന്നു, 2⁴ × 3². 54 2⁴ × 3³ ഇത് പ്രായോഗികവശത്തിൽ പറയുന്നു. 12നെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിനകത്താക്കി വെക്കുമ്പോൾ അതിനകത്ത് 2 2കളും ഒരു 3ഉം ഉണ്ട്. 18നെ തല്ലിപ്പൊട്ടിച്ച് വേറൊരു പ്ലേറ്റിനകത്ത് വെക്കുമ്പോൾ അതിനകത്ത് ഒരു 2ഉം 2 3കളും ഉണ്ട്. 54 ആകുന്ന അതിനെ തല്ലിപ്പൊട്ടിച്ച് അല്ലെ സ്പ്ലിറ്റ് ചെയ്ത് അടുത്ത പ്ലേറ്റിനകത്ത് വെക്കുമ്പോൾ അതിനകത്ത് ഒരു 2ഉം 3 3കളും ഉണ്ട്. അതിലങ്ങനെ പ്രായോഗികവശത്തിൽ 3 പ്ലേറ്റിനകത്താക്കി വെച്ചിരിക്കുന്നു, 12നെയും 18നെയും 54നെയും. അതിൽ 12നെയും 18നെയും 54നെയും ഇങ്ങനെ 3 പ്ലേറ്റിലാക്കി വെച്ചാൽ ഈ 3 പ്ലേറ്റിലും കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? അതാണ് അതിൻ്റെ HCF എന്ന് പറയും. HCF ഓഫ് 12 18 54 എന്ന് പറയുമ്പോൾ അത് 2⁴. കോമൺ ആയിട്ട് ഒരു 2 ഉണ്ട്, പിന്നെ കോമൺ ആയിട്ട് 2 3കളുമുണ്ട്. 2⁴ × 3² എന്ന് വരും. എന്ന് പറയുമ്പോൾ 2 × 3 ഒരു 2 ഒരു 3
കോമൺ ആയിട്ട് ഒരു 2 ഒരു 3 ഉള്ളൂ. അതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ 2⁻1 × 3⁻1. അതാണ് അതിൻ്റെ ഉത്തരം. HCF ഓഫ് 12, 18, 54 എത്രയാണെന്ന് ചോദിച്ചാൽ 2⁻1 × 3⁻1 എന്ന് പറഞ്ഞാൽ 6. 6 ആകുന്ന സംഖ്യയാണ് ഈ 3 എണ്ണത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. 12, 18, 54. 12, 18, 54 ഇവയുടെയൊക്കെ LCM എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 12 എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തൊരു പ്ലേറ്റിനകത്താക്കി വെച്ചു 2² × 3⁻1. 18 സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു പ്ലേറ്റിനകത്താക്കി വെച്ചു 2⁻1 × 3². 54 2⁻1 × 3³ അങ്ങനെയാണെങ്കിൽ 12-ൻ്റെയും 18-ൻ്റെയും 54-ൻ്റെയും LCM എന്താണെന്ന് ചോദിച്ചാൽ 2² × 3³. LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് വിത്ത് ഹയസ്റ്റ് ഇൻഡെക്സ്. അതാണ് LCM. അന്നേരം 2² × 3³ 2² എന്ന് പറഞ്ഞാൽ 4, 3³ എന്ന് പറഞ്ഞാൽ 27. 27 × 4 എന്ന് പറയുമ്പോൾ 108 എന്ന് വരും. 12, 18, 54-ൻ്റെ ഏറ്റവും ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ മൾട്ടിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ 108. 108 കഴിഞ്ഞ് 108 × 2, 108 × 3 ഒക്കെ മൾട്ടിപ്പിളായിട്ട് വരും. പക്ഷേ ഇവരുടെ എല്ലാം ലീസ്റ്റ് മൾട്ടിപ്പിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 108 ആണ്. LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് വിത്ത് ഹയസ്റ്റ് ഇൻഡെക്സ്. HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് വിത്ത് ലോവസ്റ്റ് ഇൻഡെക്സ്. പ്രായ വർഷത്തിൽ മനസ്സിലാക്കിയിരിക്കുക. അതിന് ചേർന്ന് വേറൊരു ഉദാഹരണം പറയും. 15 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു 3⁻1 × 5⁻1. 45 എന്ന് പറയുമ്പോൾ 3² × 5⁻1 45. 60 എന്ന് പറയുമ്പോൾ 2² × 3⁻1 × 5⁻1. 15, 45, 60. 15, 45, 60 ഈ 3 സംഖ്യകളിൽ സ്പ്ലിറ്റ് ചെയ്ത് 3 പ്ലേറ്റിനകത്താക്കി വെക്കുന്നു. 3 പ്ലേറ്റിനകത്താക്കി വെക്കുമ്പോൾ ഈ 3 പ്ലേറ്റിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ, പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണോ അതാണ് അതിൻ്റെ HCF. അതിൻ്റെ HCF എന്താണെന്ന് ചോദിച്ചാൽ ഒരു 3, ഒരു 5 കൂടെ ചേരണം. 3 × 5 = 15 എന്ന് വരും. 15-ൻ്റെയും 45-ൻ്റെയും 60-ൻ്റെയും HCF എത്രയാണെന്ന് ചോദിച്ചാൽ 3⁻1 × 5⁻1 = 15. അതിൻ്റെ LCM എന്താണെന്ന് ചോദിച്ചാൽ LCM ഈക്വൽ ടു 2² × 3² × 5⁻1. 2² × 3² × 5⁻1 എന്ന് പറയുന്നതാണ് അതിൻ്റെ LCM. അന്നേരം ആ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഇനി LCM ഓഫ് ഫ്രാക്ഷൻ എന്താണെന്ന് പറയുന്നു. LCM ഓഫ് ഫ്രാക്ഷൻ ഈക്വൽ ടു LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ എന്നാണ്. സോ LCM ഓഫ് ഫ്രാക്ഷൻ ഈക്വൽ ടു LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഉദാഹരണം പറയുകയാണെങ്കിൽ LCM ഓഫ് 2/3 4/5 7/9. 2/3 4/5 7/9. അതിൽ ന്യൂമറേറ്റർ 2, 4, 7. 2, 4, 7 LCM എത്രയാണെന്ന് ചോദിച്ചാൽ 28 വരത്തുള്ളൂ. 2, 4, 7 ഇവയുടെ LCM 28. 3, 5, 9 അവയുടെ HCF എന്താണെന്ന് ചോദിച്ചാൽ 1. അതിൽ LCM ഓഫ് 2/3 4/5 7/9 എത്രയാണെന്ന് ചോദിച്ചാൽ 28/1. ആൻസർ 28 എന്നാണ്. So LCM of fraction equal to LCM of numerator by HCF of denominator. HCF of fraction എന്താണെന്ന് ചോദിച്ചാൽ HCF of numerator by LCM of denominator. അങ്ങനെയാണ് HCF കാണുന്നത്. ഇനി LCM of a rational number and irrational number not possible. ഇതാണ് തിയറി. അതിന് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയുന്നു എന്താണ് LCM. LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് വിത്ത് ഹയസ്റ്റ് ഇൻഡെക്സ്. HCF ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് വിത്ത് ലോവസ്റ്റ് ഇൻഡെക്സ്. LCM ഓഫ് ഫ്രാക്ഷൻ ഈക്വൽ ടു LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. HCF ഓഫ് ഫ്രാക്ഷൻ ഈക്വൽ ടു HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ.
LCM of a rational number and irrational number not possible. അത് ഈ തിയറി പാർട്ടുകൾ മനസ്സിലാക്കിയിരിക്കുക. LCM എടുത്തുകൊണ്ടാണ് നമ്മൾ ഭിന്നസംഖ്യകളെ കൂട്ടാൻ ശ്രമിക്കുന്നത്. അത്തരം LCM എന്താണ് എന്നും ACF എന്താണെന്നും പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.